അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ നേരത്തെ ശ്രീ സുഭാഷ് ബാബു പറഞ്ഞതിനോട് അങ്ങ് ആദ്യം ഒന്ന് പ്രതികരിക്കണം. കാരണം കേസ് ഡയറി ദേവസ്വം ബെഞ്ച് പരിശോധിക്കില്ല. അങ്ങ് എല്ലാ ഘട്ടങ്ങളിലും CPM പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട വാദം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ചാണല്ലോ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത്. അവർ പറയുന്നു SITക്ക് ഒരു പിഴവുമില്ല, SIT നന്നായി മുന്നോട്ട് പോകുന്നു, ഒരു ഇടപെടലുമില്ല എന്ന്. അതാണ് അന്തിമമായ വാക്യം, അതാണ് അവസാനമായി എടുക്കേണ്ടത് എന്ന് നിങ്ങൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സിംഗിൾ ബെഞ്ചാണ്, ഈ ജാമ്യം പരിഗണിക്കുന്ന ബെഞ്ചാണ് കേസ് ഡയറി പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ SIT എങ്ങനെയൊക്കെ നീങ്ങി, എന്തൊക്കെ പാളിച്ച പറ്റിയെന്ന് കൃത്യമായി അറിയാവുന്നത് സിംഗിൾ ബെഞ്ചിനാണ് എന്ന വാദത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്, ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് കൂടി? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് 4 പോയിന്റ് പറയാനുണ്ട്, ഇടപെടരുത്. ഒന്ന്, ആദ്യം താങ്കൾ പറഞ്ഞ കാര്യമാണ്. 2004 പോറ്റി ശബരിമലയിൽ എത്തിയതെന്നും 2006 വരെ അദ്ദേഹം തുടർന്നു എന്നും ആധികാരികമായി തെളിയിക്കുന്ന നിരവധി തെളിവുകൾ പൊതുസമൂഹത്തിലുണ്ട്. പക്ഷെ താങ്കൾ പറഞ്ഞു 2007 മാതൃഭൂമി ദിനപത്രത്തിൽ പുറകിലെങ്ങോ പോറ്റി നിൽക്കുന്ന ഒരു ചിത്രം വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് 2007 എന്ന്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, 2007 മുമ്പ് പോറ്റി വന്നിട്ടില്ല, ആ ഒരു ചിത്രം കണ്ട, ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രം കൊണ്ട് അന്നാണ് വന്നതെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു തെളിവോ വാർത്തയോ നിങ്ങൾക്ക് പ്രക്ഷേപണം ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിച്ചു. ഇപ്പോഴും ഞാൻ താങ്കളോട് വീണ്ടും ചോദിക്കുകയാണ്, 2007 പോറ്റി ശബരിമലയിൽ വന്നത് എന്ന് താങ്കൾ ആധികാരികമായി പറയുന്നതിനെ വസ്തുതീകരിക്കുന്ന എന്തെങ്കിലും ഒരു തെളിവ് താങ്കൾ പുറത്തുവിടണം. 2, കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി എല്ലാ ചർച്ചയിലും വന്ന് പറയുകയാണ്, 2019 ദ്വാരപാലക ശില്പത്തിന്റെ അവിടെ സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിജിലൻസ് റിപ്പോർട്ട് മറച്ചുവെച്ചു. LDF ഗവൺമെന്റ് ആണ് മറച്ചുവെച്ചത്. അങ്ങനെ മറച്ചുവെച്ചില്ലായിരുന്നെങ്കിൽ നേരത്തെ തന്നെ നമുക്കിത് കണ്ടെത്താമായിരുന്നല്ലോ. മിസ്റ്റർ ജിൻഡോ ജോൺ, ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു, ഏതെങ്കിലും തരത്തിൽ ശബരിമലയുടെ സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് റിപ്പോർട്ട് ഗവൺമെന്റോ വിജിലൻസോ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ രേഖ താങ്കൾ പുറത്തുവിടണം. ഈ ചാനലിലൂടെ അത് കാണിക്കണം, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അയച്ചു തരണം. അങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഈ പരിപാടി ഇവിടെ നിർത്താം. കാരണം കേരള ഹൈക്കോടതിയുടെ സർവൈലൻസിലാണ് മുഴുവൻ ശബരിമലയുടെ വിജിലൻസിന്റെ പ്രവർത്തനം നടക്കുന്നത്. 6 കൊല്ലം അത് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ പിഴവാണ്, കോടതിയുടെ കൂടി കണ്ടെത്തലിന്റെ പിഴവാണ്. അത് പൊതുസമൂഹം അറിയണം. മറ്റൊന്ന്, തൊണ്ടി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഈ കേസ് വെറുതെ വിടും എന്ന് തുടർച്ചയായ ചർച്ചകളിൽ നിങ്ങൾ എല്ലാ ആങ്കർമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം തൊണ്ടി കിട്ടിയിട്ടില്ല എന്നത് ആ കേസ് ഒരിക്കലും വെറുതെ വിടില്ല. കാരണം ഇവിടെ കൃത്യമായി സ്വർണം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി, അതിന് മകസറുണ്ട്, രേഖയുണ്ട്, കൊണ്ടുപോയ അളവുണ്ട്. അത് കൃത്യമായി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തി, അവിടെ അളവുണ്ട്, രേഖയുണ്ട്, മകസറുണ്ട്. തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിൽ ഇത്ര അളവ് കുറവുണ്ട്, മകസറുണ്ട്, രേഖയുണ്ട്. അതിൽ ബെല്ലാരി ഗോവർദ്ധന സ്വർണ്ണ വ്യാപാരിയുടെ റോളുണ്ട്, പങ്കജ് ഭണ്ഡാരിയുടെ റോളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഉരുക്കി ഉരുപ്പടിയാക്കി പലരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ. തൊണ്ടിയില്ല എന്നുള്ളത് ഒരു കേസ് വെറുതെ വിടുന്ന ഒരു ഘടകമല്ല. ഇപ്പൊ ഷാജി എന്ന് പറയുന്ന ഡിവൈഎസ്പിയുടെ ഒരു കൊലക്കേസ് ഉണ്ടല്ലോ, ഒരു ശവശരീരം പല കഷ്ണങ്ങളാക്കി മുറിച്ച് പല സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ചു. ആ ബോഡി കിട്ടിയില്ല, ഒരു പീസ് പോലും കിട്ടിയില്ല. ജീവപര്യന്തം തടവ് കഴിഞ്ഞ് 20 കൊല്ലമായിട്ട് ഇപ്പൊ ജയിലിലാണ്. അതായത് തൊണ്ടി എന്നുള്ളത് നിർണായകമായിട്ടുള്ള ഒരു തെളിവാണെങ്കിലും അത് കിട്ടിയില്ല എന്ന് വെച്ച് തെളിവുകൾ ഉള്ളിടത്തോളം കാലം ക്രിമിനൽ കേസ് വെറുതെ വിടില്ല. മറ്റൊരു കാര്യം, നെടുമ്പറമ്പിൽ ചിറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്ന കാര്യമാണ്. ഇപ്പൊ ആന്റണി 2 കോടി രൂപയാണ് 2019 ഈ ശബരിമല സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED സംശയിച്ച് ചോദ്യം ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിച്ചത്. പൈസയായിട്ട് കൈമാറ്റം ചെയ്യാവുന്നത് 20,000 രൂപയാണ്. ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യാവുന്നത് 2 ലക്ഷം രൂപയാണ് ആദായ നികുതി വകുപ്പ് നിയമപ്രകാരം. ആ സമയത്ത് കൃത്യമായി ഇതിലെ ഏറ്റവും വലിയ പ്രതിയായിട്ടുള്ള തന്ത്രി കൊണ്ടുപോയി കോടികൾ നിക്ഷേപിച്ച സ്ഥാപനത്തിൽ നിന്ന് 2 കോടി രൂപ ഒരു UDFന്റെ MP കൈപ്പറ്റിയിരിക്കുന്നു. അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു. തെളിവില്ല കേട്ടോ, അതൊരു ആരോപണമാണ്. പൈസ തന്നിട്ടുണ്ട്, ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നേ പറഞ്ഞിട്ടില്ല, പൈസ എത്രയെന്ന് പറഞ്ഞിട്ടില്ല. കണ്ടെത്തിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ ആ സ്ഥാപനമായിട്ട് ബന്ധമുണ്ട്, പൈസ വാങ്ങിയിട്ടുണ്ട്, കൊടുത്തു എന്ന് പറയുന്ന ആള് വാങ്ങി എന്ന് സമ്മതിക്കുന്നു. അന്വേഷിക്കട്ടെ. ഇതെന്തായാലും തന്ത്രിയുടെ കള്ളപ്പണം നിക്ഷേപിച്ച ഒരു അക്കൗണ്ട്, ആ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നു, ആ അക്കൗണ്ടിലുള്ള പണം തന്നെ കൊടുത്തു എന്ന് പറയുന്നു, അതിൽ അത്ര കിട്ടിയില്ലെങ്കിലും കുറച്ച് തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നു. തന്ത്രിക്ക് അവിടെ ബാങ്കിൽ നിക്ഷേപമില്ല എന്നാണ് പറയുന്നത്, തന്ത്രിയെ ഒരു പരിചയമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ചില കാര്യങ്ങൾ മാത്രം എടുക്കുക, ചിലത് കളയുക എന്ന് പറയുന്നത് ശരിയാവില്ലല്ലോ. ഒറ്റ മിനിറ്റ്, നെടുമ്പറമ്പിൽ ചിറ്റ്സ്, ഒറ്റ ചോദിക്കട്ടെ,
ഈ സാധാരണക്കാരായ പട്ടിണിപ്പാവ കർഷകരുടെ വേർപ്പിന്റെ തുകയായിട്ട് നെടുപ്പറമ്പിൽ ചിറ്റ്സിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയിട്ടാണല്ലോ ഈ ചിറ്റ്സിന്റെ ഉടമ ജയിലിൽ പോയത്. ആ തട്ടിപ്പ് നടത്തിയ സ്ഥാപനത്തിൽ നിന്ന് തട്ടിപ്പ് നടത്തുന്നയാളായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാറിയത് ഗൗരവമായി ചർച്ച ചെയ്യട്ടെ. അതും കൂടി പറയണം, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. ഈ ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലം കൂടി പരിശോധിക്കും. കേരള കോൺഗ്രസ് എമ്മാണ്. ഈ 1 മണിക്കൂർ നിൽക്കുന്ന ചർച്ചയിൽ അല്ല, ഒറ്റ മിനിറ്റ്, എന്തു പശ്ചാത്തലം ആയിക്കോട്ടെ അന്വേഷിച്ചോട്ടെ, ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള കോടികൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അത് തട്ടിയെടുത്ത കേസ് പോലും ഒരു വരി പോലും അങ്ങ് സ്പർശിച്ചിട്ടില്ല. ഞാൻ അതിലേക്ക് വരുമല്ലോ. എനിക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എല്ലാം ഒറ്റത്തവണയാണ് ചോദിക്കുന്നത്. ഞാൻ അങ്ങയോട് ഒറ്റത്തവണയാണ് എല്ലാം ചോദിക്കുന്ന അരുൺ. അങ്ങനെയല്ലല്ലോ. ഞാൻ എന്റെ ക്യാപ്ഷനിൽ, എന്റെ ചോദ്യങ്ങളിൽ, എന്റെ കാർഡിലൊക്കെ ഉണ്ട് ആന്റണി. അത് വിട്ടുപോയില്ല. അങ്ങ് ചോദിച്ചോളൂ. ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം എനിക്ക് ഒറ്റ സമയോടെ മതി. താങ്കൾ ചോദിച്ചല്ലോ, കുറച്ച് റിട്ടയർഡ് SP മാരും മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും വന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് കേസ് ഡയറി പരിശോധിക്കുന്നില്ല. ഇവരെങ്ങനെ അറിഞ്ഞു കേസ് ഡയറി പരിശോധിക്കുന്നില്ലെന്ന്? ഒരു ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്, സീൽഡ് കവറിൽ കൊടുക്കുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ നടത്തിയ അന്വേഷണം കൃത്യമായി എഴുതി കൊടുത്ത് അത് ബോധ്യപ്പെട്ടിട്ടാണ് ഇന്ന മേഖല അന്വേഷിക്കണം എന്ന് പറയുന്നത്. ഈ കേരളത്തിലെ ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോടതിയാണ് ഹൈക്കോടതി. അതിന്റെ ഏറ്റവും വലിയ ബെഞ്ചാണ് ഡിവിഷൻ ബെഞ്ച്. ആ ഡിവിഷൻ ബെഞ്ച് 11 തവണ മോണിറ്റർ ചെയ്ത് ഇടക്കാല ഉത്തരവ് പാസാക്കി. കോടതിയുടെ മോണിറ്ററിംഗ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ 11 തവണ 3.5 മാസത്തിനുള്ളിൽ കൃത്യമായി പരിശോധിച്ച് നടത്തിയ അന്വേഷണം, നടത്താൻ പോകുന്ന അന്വേഷണത്തെ പരിശോധിച്ച് ഞങ്ങൾ തൃപ്തരാണ്, ഈ വഴിയിലൂടെ തന്നെ പോകണം, ആരുടെയും സമ്മർദ്ദത്തിൽ വഴങ്ങരുത്, നല്ല രീതിയിൽ വളരെ വ്യക്തമായി മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ CBI അന്വേഷണം വേണ്ട, ഇന്ത്യയിലെ തന്നെ കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ് എന്ന് പറയുന്ന ഒരു അന്വേഷണത്തെയാണ് ആ റിട്ടയർമെന്റ് കാലാവധിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടെങ്കിലും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് പറഞ്ഞോളൂ, റിട്ടയർ ആയി എന്നുള്ളത് ഒരു പോരായ്മ അങ്ങ് പറയാതിരിക്കും. എല്ലാവരും റിട്ടയർ നോക്കൂ, നമ്മൾക്ക് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ പറയുന്ന അഭിപ്രായത്തെ വിമർശിക്കാം, പക്ഷേ അവരുടെ പൊസിഷനെയൊക്കെ പരിഹസിക്കുന്നത് ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞത് ഈ കോടതി പരിശോധിച്ചിട്ടില്ല എന്നല്ല, അങ്ങനെ ഒരു ചട്ടമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ ഒരു വിധിയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേസ് ഡയറി പരിശോധിച്ചുകൂടാ എന്നൊരു വിധിയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലേ ശ്രീ സുഭാഷ് ബാബു? അങ്ങനെയല്ലേ? ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ശ്രീ സുഭാഷ് ബാബു അങ്ങനെയല്ലേ അങ്ങ് പറഞ്ഞത്? ശരി, അത് അങ്ങ് രാഷ്ട്രീയമായിട്ട് മറുപടി പറയുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങ് പറയൂ അരുൺകുമാർ, പറഞ്ഞോളൂ. അത് വളരെ വ്യക്തമായിട്ട് അറിയാം. ആരോട് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അറിയുന്ന ആളുകളോട് ആരോടെങ്കിലും ചോദിച്ചാൽ അത് വളരെ വ്യക്തമായിട്ട് പറയും. അതിൽ യാതൊരു സംശയം വേണ്ട. ഇതുവരെ രാഷ്ട്രീയ താല്പര്യത്തിന് പറഞ്ഞാലും ഞാനിതൊന്നും ബാധ്യമല്ല. ഇനി അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് കോഴിക്കോടുകാർ, അവരോടൊന്ന് ചോദിക്കേ, ഞാൻ വിവരം കെട്ടവനാണോ അല്ല പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് കൈപ്പിടി എടുക്കുന്നതാണോ അതോ അവരുടെ പാർട്ടിക്ക് വേണ്ടി എത്ര കേസ് അന്വേഷിച്ചു എന്ന് അദ്ദേഹം ചോദിക്കട്ടെ. വിവരമില്ലാണ്ട് വന്നിട്ട് അത് വിവരക്കേട് വിളിച്ചിട്ട് ആളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അത് തന്റെ പാർട്ടിയുടെ ആവശ്യമുണ്ടെങ്കിൽ അത് വെച്ചോളാം, പക്ഷെ എന്റെ മണ്ടേ കയറാൻ വേണ്ട, അത് കയ്യിലിരിക്കട്ടെ. ശരി, അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ പറഞ്ഞോളൂ. അത് കയ്യിലിരുന്നാൽ മതി, അത് എന്റെ അടുത്ത് വേണ്ട. ഇപ്പോ ഒരാളുടെ പൊസിഷനോ വ്യക്തിത്വമോ വെച്ച് ആരാ പറഞ്ഞത്? സ്മൃതി എന്തി ഇടപെടാത്തത്? ഞാൻ വിവരമില്ലാതെ വന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. അങ്ങനെ വരണ്ടു പോകുന്നില്ല, അങ്ങനെ വരണ്ടു പോകുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് അദ്ദേഹം അത് പരിശോധിക്കട്ടെ. അങ്ങയുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട, ഇപ്പൊ എന്റെ സമയം ഞാൻ പറയാം, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞപ്പോഴും ഞാൻ മിണ്ടാതിരുന്നു, ഞാൻ മര്യാദ കാണിച്ചു. അതുകൊണ്ട് ഞാൻ പറയാം, ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു മോണിറ്ററിംഗ് ഒരു കോടതി നടത്തുന്നുണ്ടെങ്കിൽ A to Z ആണ് മോണിറ്ററിംഗ് നടത്തുന്നത്. അത് കൃത്യമായി പരിശോധിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആധികാരികമായി പറഞ്ഞ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണമാണ് ശരി എന്ന് കൃത്യതയോടെ വ്യക്തതയോടെ പറയുമ്പോൾ ഇവർക്കൊന്നും സഹിക്കുന്നില്ല. കാരണം എന്നും ചാനൽ ചർച്ചയിൽ വന്ന് ഇവർ കുറെ പറയുന്നുണ്ട് ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വെച്ചുകൊണ്ട്. അതൊക്കെ കയ്യിലിരുന്നാൽ മതി. അന്വേഷണം ശക്തമായിട്ട് പോകട്ടെ, ചോദ്യം ചെയ്യേണ്ടവരെ ചോദ്യം ചെയ്തോട്ടെ, പ്രതിപട്ടികയിലാക്കുന്നവരെ പ്രതിപട്ടികയിലാക്കിക്കോട്ടെ, റിപ്പോർട്ട് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തോട്ടെ. സാങ്കേതിക മികവോടുകൂടി ഈ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കണം എന്ന് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. എന്നിട്ട് പറയാണ് ഡിവിഷൻ ബെഞ്ച് ഇതൊന്നും നോക്കുന്നില്ല. ഒന്നും ചോദിച്ചോട്ടെ മിസ്റ്റർ, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുക്കുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ട് അതുവരെ നടത്തിയ അന്വേഷണം തന്നെയാണ് റിപ്പോർട്ട്.
സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്താണ് വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സിംഗിൾ ബെഞ്ചോ എന്റെ വേർഷൻ പറയുമ്പോൾ മാത്രം ഇടപെടല്ലേ. ചോദ്യമാണ് കണവണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊക്കെ പറഞ്ഞാണല്ലോ. താങ്കൾ കേൾക്കാൻ ക്ഷമയുണ്ടെങ്കിൽ കേൾക്ക്. പറയൂ. താങ്കൾക്ക് കേൾക്കാൻ ക്ഷമയുണ്ടെങ്കിൽ കേൾക്ക്. പറയൂ. ഇവിടെ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ നടത്തിയ അന്വേഷണം A to Z ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നേരിട്ടെത്തി അടച്ചിട്ട കോടതിയിൽ വെച്ച് കൃത്യമായി വിശദീകരിക്കുന്നു. അതിൽ നിന്ന് ജഡ്ജിമാർ ബോധ്യപ്പെടുന്നു. അതുവരെയുള്ള റിട്ടേൺ റിപ്പോർട്ട് കൊടുക്കുന്നു. അതിനുശേഷം എന്തൊക്കെ മേഖലയിലേക്ക് അന്വേഷണം പോകുന്നു. എന്നാൽ ഈ അന്വേഷണത്തിൽ എവിടെയെങ്കിലും പിഴവുണ്ട്. താങ്കൾ ആദ്യം ഉപയോഗിച്ചൊരു വാക്കാണ് എന്നാ ഇഴഞ്ഞു പിരിഞ്ഞ് നടക്കുന്ന അന്വേഷണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴഞ്ഞു പിരിഞ്ഞ്. ഏത് മേഖലയിലാണ് വീഴ്ച എന്ന് ഇവർ പറയട്ടെ. ഈ അന്വേഷണത്തിൽ എവിടെയാണ് വീഴ്ച? ഒരു വരി പറയട്ടെ. അല്ല, തൊണ്ടി കിട്ടിയിട്ടില്ല. തൊണ്ടി കിട്ടാത്തതുകൊണ്ടാണ് കുറ്റപത്രം വൈകുന്നത്. കുറ്റപത്രം വൈകുന്നത് എന്തുകൊണ്ടാണ്? നോക്കൂ, ആളുകൾ ജാമ്യത്തിൽ ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ്? കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ടാണ്. കുറ്റപത്രം വൈകുന്നത് എന്തുകൊണ്ടാണ്? തൊണ്ടി കിട്ടാത്തതുകൊണ്ടാണ്. ഒറ്റ മിനിറ്റ് ചോദിച്ചോട്ടെ. അല്ല, ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. ഇന്ത്യയിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഇത്ര ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തീകരിക്കണമെന്ന് ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ഉണ്ടോ? ഈ പരിപാടി പ്രാക്ടീസ് നിർത്തിയേക്കാം. ഒന്നാം പ്രതി ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. അരുൺകുമാർ എല്ലാ പ്രതികളും അറിയും. അതാണ് വേണ്ടത് അല്ലേ? ഹൈക്കോടതി എന്താ പറഞ്ഞെന്നറിയോ? 90 ദിവസം കഴിഞ്ഞാലും സ്വാഭാവിക ജാമ്യം ലഭിക്കും. അതുകൊണ്ട് ഈ കേസിന് എന്തെങ്കിലും തകരാറ് പറ്റുമെന്നോ കേസിനെ സ്വാധീനിക്കുമെന്നോ പറയാൻ കഴിയില്ല. ഏതായാലും കാണുന്നുണ്ട്. എല്ലാ കോടതിയിൽ വിധികളും എല്ലാ കോടതിയിൽ പരാമർശങ്ങളും നിങ്ങൾക്ക് അങ്ങനെയല്ല. ചില പരാമർശങ്ങൾ മാത്രം നിങ്ങൾക്ക് അത്രയ്ക്കും അംഗീകരിക്കാവുന്നതും ഓരോ വരിയും അങ്ങനെ അല്ല, അങ്ങനെയാണ്. ഈ കാര്യം മാത്രമാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവുകൾ വരുന്ന ഘട്ടത്തിൽ അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് കണ്ടതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചോദ്യം വരുന്നത്. ഇത് നിരീക്ഷിക്കുന്ന കേസുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. ശരിയായിക്കോട്ടെ, തിരിച്ചെത്താം. ചോദ്യം വന്നാലും ഇത് സത്യസന്ധമായിട്ട് അന്വേഷണം പോകണം. ശരി, സത്യസന്ധമായി എത്രയെങ്കിലും കാലം എടുത്തിട്ടല്ല, വേഗത്തിൽ പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ എല്ലാ തെളിവും നശിപ്പിക്കപ്പെടുമെന്നുള്ള ആശങ്ക എല്ലാവർക്കും ഉണ്ട്. ശ്രീ അരുൺകുമാർ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.